നമുക്കില്ലേ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്റ്റിൽ എങ്ങനെ മലയാളം ടൈപ്പും കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ അതിനായിട്ട് കുറ്റി പെൻസിൽ എന്നടിക്കുന്നു. ദെൻ ഫസ്റ്റ് കാണുന്ന കുറ്റി പെൻസിൽ മലയാളം ടൈപ്പിംഗ് യൂട്ടിലിറ്റി സെലക്ട് ചെയ്യുന്നു. ഇത് ഞാൻ ടൈപ്പ് ചെയ്തതാ, ഞാൻ ഡിലീറ്റ് ആക്കട്ടെ കേട്ടോ. Ctrl A ഡിലീറ്റ്. ദെൻ ഇവിടെ എ കണ്ടില്ല, ഒരു കീബോർഡ് മേലെ ഒരു എ ലെറ്റർ. ഞാൻ ആ ടൂൾസ് മീൻസ് ആ ഒരു സംഭവം ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യാം. എൻ്റർ അടിക്കുക, സബ്സ്ക്രൈബ്. ഓക്കെ. ദെൻ വേറെ ഒന്നുകൂടി ചെയ്യാം. എന്താ ചെയ്ത എളുപ്പമാണ്. ഇതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കുറേ സംഭവങ്ങൾ വരും. മനസ്സിലായില്ല? എളുപ്പമാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് കിട്ടിയാണ്. ചിലത് നമ്മൾ വിചാരിച്ചതല്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ഇവിടെ വരുന്നത് എടുത്തു കൊടുക്കുക. ഇനി അഥവാ അതിലൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഡിലീറ്റ് അടിക്കുക. വീണ്ടും, കാരണം മംഗ്ലീഷ് ഇങ്ങോട്ട് ശരിയാണോ, എന്നാലേ ഒരു ഉത്കണ്ഠ മലയാളത്തിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പം മലയാളം ടൈപ്പ് ചെയ്ത് ദെൻ കൺവേർട്ട് ഓപ്ഷനിൽ കോപ്പി ടു FML സീരീസ് കൊടുക്കുക. ദെൻ ഇവിടെ കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാം. അങ്ങനെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒരു ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്തു. ടൂൾ എടുത്തു, ടൈപ്പിങ്ങിൻ്റെ ടൂൾ എടുത്തു. ദെൻ Ctrl V കൊടുത്താൽ നമ്മൾ അവിടെ എഴുതിയ സംഭവം ഇവിടെ വരും. ഞാൻ ഒന്ന് ചെറുതാക്കി തരാം കേട്ടോ. സബ്സ്ക്രൈബ് ഫോണ്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. ഒരു മിനിറ്റ്. ക്യാരക്ടർ വിൻഡോസ് പക്ഷേ ഇങ്ങനെ വരികയാണെങ്കിലേ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇട്ട് പോകരുത്. അപ്പം ഞാൻ കാണിച്ചാൽ ഇങ്ങനെ ചിലതിരിച്ചിട്ട് വീടിൽ ഇങ്ങനെ വരലുണ്ട്. അപ്പം നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഡിലീറ്റ് കൊടുത്തു. സബ്സ്ക്രൈബ്, അതായത് ഇതിന് എന്താ കുഴപ്പം? ഇതുണ്ടാവില്ലല്ലേ, ഈ സാധനം ഞാനല്ലേ ഉള്ളൂ. നമ്മൾ ഇതാക്കുക. എവിടെ നമ്മൾ പെട്ടാലും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. Ctrl C കൊടുത്തു. ദെൻ Ctrl V സബ്സ്ക്രൈബ്. ദെൻ അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പിറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് പാടാണ്. കാരണം അതൊക്കെ നമ്മൾ ആ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞാൽ ഏതൊരാൾക്കും നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്താലേ നമുക്കിങ്ങനെ കൊണ്ടുവന്ന ഫോട്ടോഷോപ്പ് മാത്രമല്ല, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ, ഇല്ലുസ്ട്രേറ്റർ എല്ലാത്തിനും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഇതുമാതിരി ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യണം വിചാരിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിരിക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു സംഭവം റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് തോന്നുന്നുണ്ട്. എന്തോ സോങ് എന്തോ യൂസ് ചെയ്തതിന്. അപ്പോൾ അതൊക്കെ ഇനി സെറ്റാക്കി വരാനുണ്ട്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.